വീഡിയോ തുടങ്ങിയായിരുന്നേ. വീഡിയോ തുടങ്ങിയോ? അപ്പോൾ നമുക്ക് ഇന്നൊരു കോട്ടൺ കളക്ഷൻ്റെ മെറ്റീരിയൽ കണ്ടാലോ? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്. 4 കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഒരു പീച്ച് പോലെ നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡ്, പീച്ച് അല്ല കേട്ടോ, എന്നാലും പീച്ച് പോലെ നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡ് ഇതുണ്ടല്ലേ. അതിൽ ആപ്ലിക് പാറ്റേൺ ആണ് എൻ്റെ ഡാമൽ പോയേക്കുന്നത്, വിത്ത് തിക്ക് എംബ്രോയിഡറി വിത്ത് ആപ്ലിക് പാറ്റേൺ. ഒരു പീച്ച് പോലെ നിൽക്കുന്ന കളർ ഷെയ്ഡ്. പിന്നെ വന്നിട്ടുണ്ടല്ലേ, ഇത് ലാവൻഡർ പോലെ എന്ന് പറയുമ്പോൾ ലാവൻഡർ അല്ല കേട്ടോ, ലാവൻഡർ ഒക്കെ പോലെ നിൽക്കുന്ന ഷെയ്ഡ്. അടുത്ത് വന്നിട്ട് ഇതും നമ്മളെപ്പോഴും ലാവൻഡർ എന്നാണ് പറയുന്നത്. രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇത് കുറച്ചുകൂടി ബ്ലൂ ബ്ലെൻഡും ഇതൊരു പിങ്ക് ലാവൻഡറിൻ്റെയും കൂടെ ഒരു ഷെയ്ഡാണ്. അടുത്തത് വന്നിട്ട് നമ്മുടെ പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. എല്ലാം നല്ല കളർ ഷെയ്ഡ്സ് ആണ്. 4 കളർ ഷെയ്ഡ്സും നല്ല ഷെയ്ഡ്സ് ആണ്. നമുക്ക് എല്ലാവർക്കും എടുക്കാൻ തോന്നുന്ന, എന്നല്ല എല്ലാവർക്കും മാച്ചിങ് ആവുന്ന കളർ ഷെയ്ഡ്സ് ആണ്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ അപ്പം ഫസ്റ്റ് വൺ നമുക്ക് ഈ ഒരു ലൈറ്റ് ബ്ലൂ ബ്ലെൻഡഡ് ലാവൻഡർ എടുക്കാം. അതിൽ വന്നിട്ട് തന്നെ ഡയമണ്ട് ബോർഡർ വരുമ്പം ആപ്ലിക് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് വിത്ത് എംബ്രോയിഡറി. ഇടയ്ക്കൂടെയും ചെറിയ ചെറിയ എംബ്രോയിഡറി മോട്ടീവ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല വിത്തും ലെങ്തും ഫാബ്രിക്കിനുണ്ട്. ഇതുണ്ടല്ലേ, നല്ല ലൈറ്റായിട്ട് നിൽക്കുന്ന കോട്ടണിൽ. എപ്പോഴും എല്ലാവർക്കും ഡാർക്ക് ചോദിച്ചാലും ഡാർക്ക് വന്നു കഴിയുമ്പോൾ ആർക്കും ഇഷ്ടമില്ല. അത് ഡാർക്ക് വരുന്ന അബ്സ്ട്രാക്ട് പാറ്റേൺ മാത്രമാണ് മൂവിങ്. അല്ലാത്ത കളർ ഷെയ്ഡ്സിൽ ഡാർക്ക് പൊതുവേ ആർക്കും ഇഷ്ടമില്ല ഇങ്ങനെയുള്ള പ്രിന്റുകൾ വരുമ്പോൾ. അപ്പം ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കോട്ടൺ എപ്പോഴും കുറച്ചുകൂടെ പ്രീമിയം ലുക്കും നല്ല ഭംഗിയും വരുന്നത്. ഇത് നമ്മൾ ഈ ഒരു പോർഷൻ വരുമ്പോൾ ഇത്രയും ലൈനിങ് കൊടുത്താൽ മതി. ഈ പോർഷൻ വരുമ്പോൾ ലൈനിങ് കൊടുക്കില്ല, എന്നാലേ നമുക്ക് ആ ഒരു ആപ്ലിക് ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റും ആപ്ലിക് പാറ്റേൺ തന്നെയാണ്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഷിഫോൺ ഫാബ്രിക്കിൽ ഫുള്ളി എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നത്, സെൽഫ് കളറിൽ വരുന്ന ചെറിയ ചെറിയ എംബ്രോയിഡറി മോട്ടീവ്സ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട. പ്യോർ കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന സെയിം കളറിൽ വരുന്ന ബോട്ടം ആണ് പെയർ ചെയ്തിരിക്കുക. ഇതുണ്ടല്ലേ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക്. അടുത്ത ഷെയ്ഡ് കണ്ടില്ലേ, നല്ലൊരു പിങ്ക് ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡാണ്. വൈറ്റ് ടോണിലാണ് ആ ഒരു എന്താ പറയുക, ഒരു ബ്ലോക്ക് പ്രിന്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് പ്രിന്റ് ആണ്, ഒരു പ്രിന്റഡ് പാറ്റേൺ വിത്ത് ചെറിയ എംബ്രോയിഡറി വർക്ക്സ് വരുന്നുണ്ട്. നല്ല പ്രീമിയം ആണ് ആൻഡ് വളരെ കംഫോർട്ടായിട്ട് നിൽക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്, കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ ഒരു കോട്ടൺ വന്നിരിക്കുന്നത്. നല്ല കോട്ടൺ ആണ് ഇത് കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതാണ് എൻ്റെ വർക്ക്. ഞാനെല്ലാം ഡയമണ്ട് വർക്കും ഈ ഒരു പോർഷനിൽ തന്നെ വെച്ച് കാണിക്കാം. ചെറിയ ചെറിയ മോട്ടീവ്സ്, നല്ല വിത്തും ലെങ്തും ഉണ്ട്. സെയിം കളറിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഷിഫോൺ ദുപ്പട്ട, കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ബോട്ടം. 1380 പ്രൈസ്. ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന പീസ്റ്റൽ ഷെയ്ഡ്സ്, തീർത്തും പേസ്റ്റൽ അല്ല കേട്ടോ, പക്ഷേ ഇങ്ങനെയുള്ള ഡിസൈൻസുകൾക്ക് എപ്പോഴും ഈ ടൈപ്പ് ഷെയ്ഡ്സ് നമ്മൾ ഓൾറെഡി ഇങ്ങനെ ആപ്ലിക്ക് വരുന്ന പാറ്റേൺസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ദുപ്പട്ട, എനിക്ക് തോന്നുന്നു ദുപ്പട്ടയും കോട്ടണിൽ തന്നെ എന്തോ പ്രിന്റ് ആയിരുന്നു. ഇത് ഷിഫോണിൽ ഫുൾ എംബ്രോയിഡറി ആണ്. അപ്പം റേറ്റ് ഡിഫറൻസ് വരുന്നത് കുറച്ചുകൂടെ ഹെവിയാണ്. കോട്ടൺ, പ്യുവർ കോട്ടൺ തന്നെയാണ് ബോട്ടവും വന്നേക്കും. അപ്പം അതിലും ലൈറ്റ് ഷെയ്ഡ്സ് ആയിരുന്നു എപ്പോഴും കൊണ്ടുവരുന്നത്. ഇതും കുറച്ചും കൂടെ നല്ല കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ അതിനേക്കാളും വന്നേക്കുന്നത്. ആണ് ലുക്ക്. ഇതാണ് അടുത്ത ഷെയ്ഡ്. ഇതും ലെവൻഡറിന്റെ ഒരു ബ്ലെൻഡഡ് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡാണ്. സോ അപ്പോൾ ഇതാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത്. 1380 ഈ ഒരു ബ്യൂട്ടിഫുൾ സെറ്റിന്റെ റേറ്റ് വന്നിരിക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.